കുടുംബത്തിൽ ഒരുപാട് അഭിനയ കൊലപതികളുണ്ട്. ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ഉണ്ണിമായ പ്രസാദ്, അങ്ങനെ ഒരുപാടുണ്ടെങ്കിലും അഭിനേതാവെന്ന നിലയിൽ ഒരു 100 കോടി ക്ലബിൽ ആദ്യം കയറിയത് ഞാനാണ്. നമ്മുടെ പയ്യൻ ഫഹദ് ഫാസിൽ എനിക്ക് താമസമില്ലാണ്ട് കയറും. അപ്പോൾ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും അത് ചെയ്തിട്ടില്ല. ഞാൻ അത് ചെയ്തു. അപ്പോൾ സന്തോഷം. ആ രീതിയിൽ തന്നെ ഈ സിനിമ പുണ്യം തന്നെയാണ്. അപ്പോൾ ഭയങ്കര അസൂയാണ്. ഇവർ ആക്ടേഴ്സായതിൻ്റെ ശല്യം എനിക്ക് സഹിக்க വയ്യാണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടി ഗിരീഷ് ഷെഡി വഴി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എല്ലാവരും ഒന്ന് അടങ്ങി ജീവിക്കുക, ആവേശമെല്ലാം കയ്യിൽ വയ്ക്കുക. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീഷ് ഷെഡി നടത്തി തന്നു. എന്നെ ഒരു ഓഡീഷന് നിർത്താൻ പോലും കൊള്ളില്ല എന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോശം ആക്ടേഴ്സ് എന്ന് പോലും കല്ലിൽ നിന്ന് കവിത വിരിയിക്കുന്ന ദിലീഷ് പോത്തൻ പോലും എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗിരീഷ് ഷെഡി എന്നെപ്പോലെ തന്നെ ഒരു ബിഎഡോ ആയതുകൊണ്ട് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാവുകയും അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം തരികയും ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ മുന്നും പിന്നും നോക്കാനില്ലായിരുന്നു. നമുക്കറിയാം, സിനിമയിലൊരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ അത് അവരുടെ ബാധ്യതയാണ്. നന്നാക്കുക എന്നുള്ളത് നടൻ്റെ ബാധ്യതയല്ല. അപ്പം ഞാനങ്ങനെ നിന്ന് കൊടുത്തു. അത് ഗിരീഷ് ഷെഡിയുടെ ആവശ്യമാണ്. ഗിരീഷ് ഷെഡി നടത്തി ബ്യൂട്ടിഫുള്ളായിട്ട്. എന്നെ വെച്ച് കാമഡി കീമടിയൊന്നും പണ്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോൾ ആൾക്കാരിപ്പോൾ പഴയതുപോലെയല്ല, കണ്ടാൽ തന്നെ ചിരിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാക്കിയതിന്, സില്ലിനെസ് മടങ്ങി തന്നതിന് ഗിരീഷ് ഷെഡിയോട് പമ്പവാസ് നന്ദി പറയുന്നു. ബാക്കി വരും പോലെ കാണാം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ചേട്ടനും എത്തിയിട്ടുണ്ട്. ചേട്ടാ, വെൽക്കം. സോ ഹാപ്പി ടു സീ യു ബോത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോകട്ടെ. എന്താ എഴുതുക? ഞാനല്ലേ എഴുത്തുകാരൻ. കാര്യം പറയാം. പ്രേമലൂൽ എന്നെ ഓഡീഷൻ വേണ്ടി വിളിച്ച സമയം തൊട്ട് എൻ്റെ ആഗ്രഹം ഫഹദിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതായിരുന്നു. അത് ഇന്നാണ് സഫലമായത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫാൻസ്. ഫഹദിക്ക് ബിഗ് ഫാൻ ഓഫ് യു. വൈഫാണ് പുറകെ ഇരിക്കുന്ന പുള്ളിക്കാരി. ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയാണ്. എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഫോർമാലിറ്റിയുടെ കാര്യമില്ല. നസ്ലിൻ, മാത്യു, ആര എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു 9 years ആയിട്ട് കൊച്ചിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പല വീഡിയോസും കണ്ടന്റൊക്കെ ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഗിരീഷ് അല്ലെങ്കിൽ ഗിരീഷാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ചത്. ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഭാവന സ്റ്റുഡിയോസിനും ഓഫ്കോഴ്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ പ്രസ് മീറ്റിൽ ഇരുന്നതിനെക്കാട്ടി ടെൻഷൻ എനിക്ക് ഇപ്പോൾ ഉണ്ട്. എന്നാന്ന് എനിക്കറിയില്ല. പ്രസ് മീറ്റിൽ അന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ദിലീഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ പോയിരുന്നിട്ട് എന്ത് സംസാരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂളായിട്ട് പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താണെന്ന് അറിയില്ല. എല്ലാവർക്കും ഇരിക്കുന്നുണ്ടായിരുന്നു മേ ബി. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി. എനിക്ക് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സാർ, Karthikeya sir. I'm getting a lot of messages from Telugu people as well. My Instagram is filled with Telugu messages actually. I'm not understanding most of them, but I'm happy with that. എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനൊരു ഇവന്റ് കാണാൻ പറ്റിയാലും എൻ്റെ ആദ്യത്തെ ഒരു ഇവന്റാണ് ഇങ്ങനൊരു ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. പടം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഇപ്പോൾ OTT-ലും കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സന്തോഷം. ശ്യാം എന്തായാലും സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം എന്നാണ് പൊതുജന അഭിപ്രായം അല്ലേ? അത് നോർമലായിട്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ താങ്കൾ സാധാരണ ചെയ്യുന്ന പോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് പാട്ട് പാടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ സർപ്രൈസ് അഭിനയിക്കാമായിരുന്നു. പാട്ട് ഞാൻ പാടണോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഓൾറെഡി എന്നോട് അവിടെ വെച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ബ്രോ, ഹായ്. വിഷ്ണു ബ്രോ ഈ പറഞ്ഞ പോലെ ഞാൻ കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഞാനൊരു 2007-2008 സമയത്തൊരു
സുന്ദരിയവ എന്നുള്ള മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്ന് ഫ്ലൂട്ട് വായിച്ചത് വിഷ്ണു ബ്രോ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫിലിമിൽ മ്യൂസിക് ചെയ്തേക്കുന്ന വിഷ്ണു ബ്രോ ആണ്. വിഷ്ണു ബ്രോ, വിത്ത് യുവർ പെർമിഷൻ നമ്മുടെ പടത്തിലൊരു പാട്ട് തന്നെ ഞാൻ പാടാം. ഒരു വലിയ നിമിഷമാണ്. കാരണം ഇതെന്താ പറയുക, ഇതിൻ്റെ പുറകിലുള്ള ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു കുടുംബത്തിലെ മെമ്പേഴ്സ് പോലെ പെരുമാറുന്ന ഫഹദും, അതുപോലെ തന്നെ വളരെ വർഷത്തെ ബന്ധമുള്ള ദിലീഷും ശ്യാമും നിർമ്മിച്ച സിനിമയാണ്. നസ്രിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സിനിമ ഇത്രയും വലിയ ഒരു വിജയമാകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഗിരീഷും, അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച, അഭിനയിച്ച, അത്ര മനോഹരമായ സിനിമയായിരുന്നു അഭിനയിച്ച, അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഇത്രയും മാറ്റിയ മലയാളികളോടും ഈ സമയത്ത് സ്നേഹം പറയുന്നു. കാരണം ഞാൻ ശരിക്കും എൻ്റെ ഒരു സ്വന്തം സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന പോലെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഫഹദിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് കൂടുതലും അതിന് കാരണം. അത് ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞോടിയ സിനിമയാണ്. അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കാനും ഇതിൻ്റെ കൂടെ സഹകരിച്ചവർക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും വളരെ മനോഹരമായിരുന്നു കേട്ടോ ഈ സിനിമയിൽ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും കൂടെ ഒത്തുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വേദിയിലുള്ള എല്ലാ ബഹുമാന്യരാൾക്കാർക്കും നമസ്കാരം. ശക്തിശ്രീ ഗോപാലൻ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാറുണ്ട്. ആൻഡ് കപിലനും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രേമലുവിൻ്റെ മ്യൂസിക് എൻ്റെ കൂടെ ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ ഫുള്ളാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനൊരു സക്സസ് മീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ മ്യൂസിഷ്യൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഞങ്ങൾ ചെറിയൊരു പെർഫോമൻസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഹായ് എല്ലാവരോടും പറയുമെന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. Literally hi. Big thanks to Vishnu. I think കുറേ നാൾ കഴിഞ്ഞ് സിനിമയിലോട്ട് പോയി ഒത്തിരി ചിരിച്ച് ആസ്വദിച്ചൊരു സിനിമയായിരുന്നു അത്. ആൻഡ് കുറേ ഫ്രണ്ട്സും, മലയാളം സംസാരിക്കാത്ത ഫ്രണ്ട്സും കുറേ പേരൊക്കെ പോയി ഈ സിനിമ കണ്ട് ആസ്വദിച്ച്. ഇറ്റ്സ് ലൈക്ക് a really feel good film, and I feel like everything that has been in the music has been so nice. ഒത്തിരി കൊല്ലങ്ങൾ കഴിഞ്ഞ് വിഷ്ണുവിടെ കൂടെ സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ കിട്ടിയത് വളരെ സന്തോഷം. ആൻഡ് ഇത്ര അടിപൊളിയായ ഒരു സിനിമ എടുത്ത ഫുൾ ടീമിന് ബിഗ് കൺഗ്രാറ്റ്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്, ആൻഡ് താങ്ക് യു ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ് അമേസിംഗ് ഫിലിം. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ബിഗ് കൺഗ്രാറ്റ്സ് ടു ഹോൾ ടീം. പടം വലിയൊരു സക്സസ്സിലേക്ക് പോയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഈ പടത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. വിഷ്ണു ചേട്ടൻ്റെ കൂടെ ആദ്യത്തെ വർക്കാണിത്. അപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. വർക്ക് ചെയ്ത സമയത്താണെങ്കിലും ഒരുപാട് ഫ്രീഡം ഉണ്ടായിരുന്നു. സോ അതൊക്കെ പാട്ടിൻ്റെ പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ പാർട്ട് ഓഫ് ദ ടീം. സർ, താങ്ക് യു. ഞാൻ ഗിരീഷ് ഷെട്ടിയുടെ
ആദ്യമോടൊന്നും 3 പടത്തിനും ബിഗ് ടൈം ഫാനാണ്. അതുകൊണ്ടാണ് ഇതിന് വിളിച്ചപ്പോൾ ഇതൊരു സ്റ്റേജ് വിളിച്ച ഒരുപാട് സന്തോഷം. നമ്മുടെ സംവിധായകനുള്ള ആ ഒരു സ്നേഹ പുരസ്കാരം നൽകാൻ ഞാൻ ശ്രീ അമൽ നീരദിനോട് അഭ്യർത്ഥിക്കുകയാണ്. സോ പ്ലീസ് ഡു ദ ഓണേഴ്സ് ടു അവർ വെരി ഡിയർ ഡയറക്ടർ ഗിരീഷ് ഏടി. നല്ലൊരു കയ്യടിയാവോ? The man behind the success. പങ്ക് സംസാരിക്കാം. നമസ്കാരം. ഇവിടെ നമ്മുടെ പ്രേമലുവിൻ്റെ വിജയാഘോഷത്തിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ 3ാമത്തെ പടമാണ് ഇത്. 4 പടം ചെയ്തു, 3ാമത്തെ പടമാണ് റിലീസാവുന്നത്. ഒരു പടം റിലീസായിട്ടില്ല. പക്ഷെ ആ 3 പടം വിജയിച്ചായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പല കാരണം കൊണ്ടും ബാക്കി 2 പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് സാധ്യമാക്കി തന്ന നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന് നന്ദി പറയുന്നു. പിന്നെ പടം എന്താ പറയണ്ടതെന്ന് അറിയില്ല, മറന്നുപോയില്ല. പടം ഇത് ഇങ്ങനെ ഒരു സക്സസ് ആവാൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ കാണിച്ചൊരു എനർജി ഉണ്ട്. ഈ പടത്തിൻ്റെ ത്രൂ ഔട്ട് കാണിച്ച അത് നമുക്കിപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര രസമായിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനർജറ്റിക് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ എല്ലാ സെറ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഈഗോ ക്ലാഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. അതൊന്നുമില്ലാതെ ത്രൂ ഔട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നു ഇത്, കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ പടമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയ ഒരു സെറ്റായിരുന്നു ഇത്. അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പേരെടുത്ത് പറയാൻ തുടങ്ങിയ എല്ലാവരുടെ പേരും പറയേണ്ടി വരും, അതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേമലു വിജയമാക്കി തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. Thank you so much and once again congratulations. അപ്പൊ നമ്മൾ നേരത്തെ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് പതുക്കെ റിവീൽ ചെയ്യാനുള്ള സമയമാവുകയാണ്. അതിനുവേണ്ടി നമുക്ക് വേദിയിലേക്ക് കുറച്ച് ആളുകളെ കൂടി ക്ഷണിക്കേണ്ടതുണ്ട്. സോ ബഹുമാനപ്പെട്ട വ്യാവസായിക വാണിജ്യ വകുപ്പ് മന്ത്രി ശ്രീ പി ടാരി അവർ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നസ്രിയ, നമ്മുടെ ചെക്കൻ, നമ്മുടെ ഹീറോ വിളിക്കാല്ലേ നമുക്ക് വേദിയിലേക്ക്, നസ്ലിൻ. വെൽക്കം ടു ദി സ്റ്റേജ്. ആൻഡ് ഓഫ് കോഴ്സ് മമിത, മാത്യു, അജ്മൽ സാബു, ആകാശ് ജോസഫ് എഡിറ്റർ, ഉണ്ണിമായ, SS Kartikeya. So please join us. Fast Films, Benny Kattapana, Jose Vijay, and the co-writer Kiran Joshi, and our music director Vishnu Vijay. എല്ലാവരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻഡ് ഞാൻ ഈ മൈക്ക് പതുക്കെ, മൈക്ക് ഓൾറെഡി കയ്യിലുണ്ടല്ലോ, നമ്മുടെ ശ്യാം പുഷ്കറിന്റെ കൈമാറുകയാണ്. വളരെ ആൻഡ് ഓൾസോ സുഹൈൽ, അദ്ദേഹത്തിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംഗീതേ കേട്ടോ, സംഗീത് കൈ പിടിച്ച് കേട്ടിട്ടുള്ള ആൾക്കാർ.
ശ്യാമോഹൻ, അഖില ഭാർഗവൻ, ഇതൊന്നുമില്ല, ജസ്റ്റ് സഭാകമ്പം മാത്രം, പിന്നെ ഞങ്ങളുടെ ചെറിയ പിടിപ്പേടും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നമ്പർ 5 ആയിരുന്നു പ്രേമലു. ഇപ്പം അമലേട്ടന് ഭീഷ്മ പോലെ അമ്പുക്കയ്ക്ക് പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റായിരുന്നു ഈ സിനിമ. ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 5-ാമത്തെ പടമായിരുന്നു പ്രേമലു. 6-ാമത്തെ പടം കരട്ടെ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ കോ ഡയറക്ടർ ദിലീഷ് പോത്തൻ്റെ ആയിരുന്ന റോയിയാണ്. റോയും ജസ്റ്റ് ഒന്ന് വന്നാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. സച്ചിനേക്കാളും വലിയ ഇൻട്രോവേർട്ടാണ്. സച്ചിന് ശരിക്കും തോമസിന് ശരിക്കും റോയിച്ചൻ്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല അത്രയ്ക്ക്. അപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ. കണ്ടോ, ഇനി കിട്ടത്തില്ല. ഇതാണ് റോയി. റോയിയാണ് കരട്ടെ ചന്ദ്രൻ്റെ സംവിധായകൻ. പ്രൊഡക്ഷൻ നമ്പർ 7 ആലോചനയിലുണ്ട്. അത് ഒരു സർപ്രൈസ് ആണെന്നാണ് പറയുന്നത്. അത് എന്താ ഗിരീഷ് പറയും. പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ അത് ഇവിടെ അനൗൺസ് ചെയ്യാണ്. പ്രേമലു 2 അസലായിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും അവരുടേതായ കഥാപാത്രങ്ങൾ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് സിനിമ ഓടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ഓടുന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഇപ്പം ഈ വേദിയിലാണെങ്കിലും എനിക്കൊരു അവസരം കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.
ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അതും ഗിരീഷേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ, അതും പടം ഒരുപാട് വലിയൊരു വിജയമായി മാറി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഗിരീഷേട്ട, സച്ചിൻ എനിക്ക് തന്നതിന്. താങ്ക് യു ഭാവന, സിദ്ധി, ദിലീഷേട്ടൻ, ശ്യാമേട്ടൻ, പാതുക്ക. താങ്ക് യു ഇത് പോസിബിൾ ആക്കിയതിന്. ആൻഡ് കോ ആർട്ടിസ്റ്റ് ഞങ്ങളുടെ പ്രേമലു ടീം, നിങ്ങളെല്ലാവരും ഇല്ലാതെ ഈ പടമില്ല. നമ്മളുടെ കൂടെ നിൽക്കുന്നവർ അത്ര അടിപൊളിയാകുമ്പോഴേ നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്ന. ഞങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു, താങ്ക് യു. അയ്യോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. പ്രേമലു 2-നും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റട്ടെ. ഇതിനേക്കാൾ വലിയൊരു സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു. ഷമീർ ഖാൻ എത്തിയിട്ടുണ്ടോ? ഷമീർ ഓക്കെ. നമിത. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന് വരുന്നതും. അതും ഗിരീഷ് ചേട്ടൻ്റെ പടത്തിന് തന്നെ നമുക്കൊരു 100 കോടി ക്ലബിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച്, ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അത് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. അപ്പം അതിൽ നിങ്ങളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ നസ്ലിൻ പറഞ്ഞ പോലെ പ്രേമലു 2-ലും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവന സ്റ്റുഡിയോസ്, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഇത് ഇത്രയും വലിയ ഒരു സ്കെയിലിൽ പടം എടുക്കാൻ സാധിച്ചതിലും ഞങ്ങൾ അത്രത്തോളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഒരു ഫാമിലി പോലെയാണ് ആക്ച്വലി. അപ്പം അതിനെല്ലാത്തിനും ഭയങ്കര സന്തോഷം, ഭയങ്കര നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ലാസ്റ്റ്, പ്രേമലു ടീം, എവ്രി വൺ, ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും, അതേപോലെ തന്നെ പ്രേമലു, ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രേമലുവിൻ്റെ ഫാമിലിയാണ്. സോ എല്ലാവരോടും വൺസ് മോർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സംഗീത്. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഇങ്ങനൊരു പ്രസംഗം പറയേണ്ടി വരും എന്ന് വിചാരിച്ചില്ല. ഈ ഷീൽഡ് വാങ്ങി പോവാം എന്നാണ് വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് പറയുമ്പോൾ പഠിച്ചു വെച്ചൊക്കെ മറന്നു. എന്താ പറയാ, ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാവാനൊന്നും പറ്റിയിട്ടില്ല. ഒരുമിക്ക പടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ ഗിരീഷേട്ടൻ വിളിച്ചതും ഇങ്ങനൊരു വലിയ വലിയ അവസരം തന്നതും ഒക്കെ. അപ്പൊ ഞാൻ ഹൈദരാബാദിൽ പോയി അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷേട്ടൻ ലൈഫ് ചേഞ്ച് ചെയ്തു എന്നുള്ളത്. അതിവിടെ പറയാണ്. താങ്ക് യു ഗിരീഷേട്ടൻ. ഒപ്പം ശ്യാമേട്ടൻ, ദിലീഷേട്ടൻ, ഫഹദ്ക്ക, നമ്മുടെ എല്ലാ ടീമും, അജ്മല്, ആകാശേട്ടൻ, ആരുടെയെങ്കിലും, വിഷ്ണു ചേട്ടൻ, ആരുടെയെങ്കിലൊക്കെ പേര് പറയാൻ തുടങ്ങിയാൽ വിട്ടുപോകും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, നസ്ലിൻ, മമിത, ശ്യാം, അൽതാഫ്ക്ക, മാത്യു, മീനാക്ഷി, അഖില, എല്ലാവരും ഭയങ്കര, നസ്ലിം പറഞ്ഞതിന് കറക്റ്റ്. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നോ, എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് തരുന്നോ, അപ്പോഴാണ് എന്നെ പോലുള്ളവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഓരോ നമ്മുടെ സക്സസ് പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും പറയും, ഞാൻ ഫെബ്രുവരി 8-ാം തീയതി റിലീസിന്റെ തലേന്ന് കിടന്നുറങ്ങിക്കൊണ്ട് സ്വപ്നം കാണുകയാണോന്ന്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചത്. അപ്പോൾ ഇതായിരിക്കും ഒരു ഏകദേശം ആ സ്വപ്നത്തിന്റെ അവസാനം എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് പ്രേമലു 2 വരുന്നത്. സ്വപ്നം ഇനി കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അഖില. എല്ലാവർക്കും നമസ്കാരം.
എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഇതിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ. ഒരുപാട് അഭിമാനം തോന്നുന്നു. ഗിരീഷ് ഏട്ടന് ഒരുപാട് നന്ദി എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന്. കൂടാതെ ദിലീഷ് ഏട്ടൻ, ശ്യാമേട്ടൻ, ഉണ്ണി ചേച്ചി, ഫഹദ് ക, അങ്ങനെ എല്ലാവർക്കും. പിന്നെ SS കാർത്തികേയൻ സാർ. നമ്മുടെ പടം ഇവിടെ വിജയിച്ചതുപോലെ തന്നെ തെലുങ്കിലും ഒരുപാട് വൻ വിജയമായിരുന്നു. അപ്പം അതിനും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. മാത്യു, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ എന്നെ കൊണ്ടുവന്നത് ബാലു സുരേഷാണ്. അതുപോലെ രണ്ടാമത്തെ സിനിമ ഗിരീഷ് ഏട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തൊരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. വിളിച്ചപ്പോൾ നേരെ ഞങ്ങൾ ചെല്ലുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര ഒരു സക്സസ് ആയിട്ട് ആയി ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. മീനാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമ ഇത്രയും വലിയ വിജയമാക്കി തന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകരോട് വലിയൊരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ, ഹിറ്റായ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പോൾ 100 കോടി ക്ലബിൽ ഒരു സിനിമ കയറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം തിയേറ്റർ വൈസും എല്ലാ സൈഡിൽ നിന്നും ഒരു ചാലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു 100 കോടി ക്ലബിൽ ഒരു മലയാള സിനിമ കയറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു 100 കോടി ക്ലബ്ബ് സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. പിന്നെ നേരത്തെ മമിതയും നസ്ലിനും ഒക്കെ പറഞ്ഞതുപോലെ അടുത്ത പ്രേമലു 2-ന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ എത്താൻ സാധിക്കട്ടെ. അങ്ങനെ എത്താൻ സാധിക്കണമെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഉണ്ടാവണം. അങ്ങനെ ആ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കുറച്ചു നേരം മുമ്പ് ദിലീഷ് ഏട്ടനും ഗിരീഷും കൂടി എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ എന്തിനാണെന്നറിയില്ല. രഹസ്യമായിട്ട് പറഞ്ഞ് നിങ്ങളാണ് ഈ പടത്തിൻ്റെ ബാക്കി. അപ്പോൾ പ്രേമലു 2-ല് ഗിരീഷിൻ്റെ എല്ലാ പടത്തിലും ഭാവന സുരേഷിൻ്റെ എല്ലാ പടത്തിലും ഞാൻ ഉണ്ടാവുമെന്നാണ് പറയണത്. കാരണം എനിക്ക് അവർക്ക് എന്തോ ഒരു മനസ്സിനെന്തോ പ്രശ്നം. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നു. ആർട്ടിസ്റ്റുകൾ പ്ലീസ് സ്റ്റേ ബാക്ക്. നമ്മൾ ബാക്കി എനിക്ക് കഥയ്ക്കൊരു ബലം ഉണ്ടാവില്ല, അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. പിന്നെ ഈ സിനിമക്ക് 3-4 പ്രത്യേകതകളുണ്ട്. തിയേറ്ററിൽ കയറാതെ 4-5 വർഷമായിട്ട് സിനിമ തിയേറ്ററിൽ കയറാത്തവരെല്ലാം കയറി. അതുപോലെ ഈ മലയാള സിനിമ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു ന്യൂജൻ ഗ്രൂപ്പുണ്ട്. അവരൊക്കെ ഈ സിനിമ കണ്ടു. മൂന്നാമത് മലയാളത്തിൽ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അറിയാലോ. രണ്ടാമതൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ വന്നിരിക്കുകയാണ്. നമുക്കൊന്ന് കൈയടിച്ച് അത് നമ്മൾ അംഗീകരിക്കാം. അതുപോലെ തന്നെ ന്യൂജൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നെസ്ലിനും ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറി. അങ്ങനെ 4 കാര്യങ്ങൾ ഈ സിനിമ കൊണ്ടുവന്നു. ഓക്കെ, ഇനിയും ഗംഭീര വിജയമാകട്ടെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ്, ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ സിനിമയിലൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കുറേ പ്രോഗ്രാംസും കാര്യങ്ങളുമായിട്ട് പോകുന്ന സമയത്താണ് എന്നെ വിളിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ചെയ്തു. ഒരു 3-4 സിനിമക്ക് ഇപ്പോൾ ഓഫറുണ്ട്. അതിന് പ്രത്യേകം നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ്